നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. പാമ്പാടുംപാറയിൽ മരം വീണ പരിക്കേറ്റ അതിഥി തൊഴിലാളി സ്ത്രീ മരിച്ചു. തൊടുപുഴയ്ക്ക് സമീപം പടിഞ്ഞാറെ കോടിക്കുളത്ത് ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് റബ്ബർ കൃഷി നശിച്ചു. ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി. മൂന്നാർ ടൗണിൽ ഭീതി പരത്തി തെരുവ് നായ. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 20ഓളം പേർക്ക് തെരുവ് നായ ആക്രമണത്തിൽ പരിക്ക്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. കാഞ്ചിയാർ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുളി റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത്. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ റോഡിലെ ചെളിക്കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മഴക്കാലമായതോടെ മേഖലയിലുള്ളവർ യാത്ര ചെയ്യുന്നത് ചെളിക്കുഴികൾ താണ്ടി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. പാമ്പാടുംപാറയിൽ മരം വീണ പരിക്കേറ്റ അതിഥി തൊഴിലാളി സ്ത്രീ മരിച്ചു. രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഇതോടെ മൂവാറ്റുപുഴ, തൊടുപുഴ നദികളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അതേസമയം ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാതെയാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയതെന്ന ആരോപണവും ഉയർന്നു. കൂടാതെ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി പിന്നിട്ടതോടെ ഷട്ടറുകൾ ഉയർത്തി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും ഇടുക്കി കളക്ടറേറ്റിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൂടാതെ വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണും അപകടമുണ്ടായി. പാമ്പാടുംപാറയിൽ വിറക് ശേഖരിക്കുന്നതിനിടെ മരം ഒടിഞ്ഞു വീണ അതിഥി തൊഴിലാളി സ്ത്രീ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. മാലതിയും ഭർത്താവും ഏലത്തോട്ടത്തിൽ വിറക് ശേഖരിക്കുന്നതിനിടെ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് മാലതിയെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണും അപകടമുണ്ടായി. കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിലാണ് മരം കടപുഴകി വീണത്. രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പാറക്കൽ മേരിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടിന്റെ മേൽക്കൂര തകരുകയും ഭിത്തിക്ക് വിള്ളൽ വീഴുകയും ചെയ്തു. ആസ്ബറ്റോസ് ഷീറ്റ് തകർന്നു വീണ് വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ പറ്റി. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നെടുങ്കണ്ടം മയിലാടുംപാറയിൽ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരവും ഇലക്ട്രിക്കൽ ലൈനും വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. വല്ലർക്കാമ്പാറ ചെരുവിള പുത്തൻ വീട്ടിൽ അഭിലാഷിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടാതെ ജില്ലയിൽ തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കൂടാതെ വിവിധ ജലവിനോദങ്ങൾക്കും ജില്ലാ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് സമീപം പടിഞ്ഞാറെ കോടിക്കുളം, പാറപ്പുഴ, ഇല്ലിച്ചുവട് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷി നശിച്ചു. നിരവധി വൈദ്യുതി തൂണുകൾ കടപുഴകി. പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധം നിലച്ചു. തൊമ്മൻകുത്തിൽ മരം വീണ 3 വീടുകൾ ഭാഗികമായി തകർന്നു. നെയ്യശ്ശേരി തൊമ്മൻകുത്ത് റൂട്ടിൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം വീണ ഡ്രൈവർക്ക് പരിക്കേറ്റു. പൂപ്പാറയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണു. എറണാകുളത്ത് നിന്നും എത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്കാണ് മരം വീണത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീഴുന്നത് കണ്ട വാഹനത്തിന്റെ ഡ്രൈവർ രൂപേഷ് വാഹനം നിർത്തിയതിനെ തുടർന്ന് മരത്തിന്റെ ശിഖരം വണ്ടിയുടെ ബോണറ്റിലേക്ക് പതിക്കുകയായിരുന്നു. രൂപേഷും കുടുംബവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ പരിക്കുകളില്ലാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എസ്റ്റേറ്റ് പൂപ്പാറയ്ക്കും പാലം പൂപ്പാറയ്ക്കുമിടയിൽ തേയിലച്ചെരുവിലാണ് അപകടമുണ്ടായതിനെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. HML കമ്പനിയുടെ തോട്ടത്തിൽ നിന്നിരുന്ന മരമാണ് വാഹനത്തിന്റെ മുകളിലേക്ക് പതിച്ചത്. പോലീസും നാട്ടുകാരും ചേർന്ന് പിന്നീട് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് ജില്ലയുടെ വിവിധ മേഖലകളിൽ മരം കടപുഴകി വീണ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. മൂന്നാർ ടൗണിൽ ഭീതി പരത്തി തെരുവ് നായ. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 20ഓളം പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. മൂന്നാർ ടൗണിൽ അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കൾ നിരവധിയുണ്ട്. കുട്ടികളും സ്ത്രീകളുമടക്കം കടിയേൽക്കാതെ ഈ നായ്ക്കൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ഇതിനിടയിലാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികൾ, എറണാകുളം സ്വദേശികൾ, മൂന്നാറിലെ വ്യാപാരികൾ, പ്രദേശവാസികൾ എന്നിവർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്.
മൂന്നാർ സ്വദേശി ശക്തിവേൽ, ദേവികുളം സ്വദേശികളായ സെൽവമാത, ബാബു, സിന്ധു, പ്രിയ ജോബി, ചെന്നൈ സ്വദേശി ത്യാഗരാജൻ, ബൈസൺവാലി സ്വദേശി സ്കറിയ, അർച്ചന, പാലക്കാട് സ്വദേശി വിനീത്, പറവൂർ സ്വദേശിനി അഞ്ജു, പെരിയവര സ്വദേശി കറുപ്പുസ്വാമി, ചങ്ങനാശ്ശേരി സ്വദേശി റൈഹാൻ ഷമീർ എന്നിവരാണ് പരിക്കുകളോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് ഇവരെ നായ ആക്രമിച്ചത്. ഒരേ നായിയാണ് എല്ലാവരെയും ആക്രമിച്ചതെന്നും കടിച്ച നായയുടെ പിടിവിടുവാൻ ഏറെ കഷ്ടപ്പെട്ടെന്നും ആക്രമണത്തിന് ഇരയായവർ പറഞ്ഞു. பேர் முடிச்சுட்டு மினர்வா கழிஞ்சு இங்கிட்டு ஃபீவரேஜ் இருக்க சைடில் வந்துட்டு இருந்தேன். அப்போது ஒரு ஸ்டெப்பு எடுத்து வச்சுட்டு பின்னாடி இந்த காலை ஒரு ஸ்டெப் எடுத்து இடது காலை பின்னாடி இப்படி கடிச்சிட்டு விடவே மாட்டேன். நான் கீழே விழுந்துட்டேன். கீழே விழுந்தோடனே மறுபடி இங்கிட்டு திரும்பி மறுபடியும் இந்த சைடு கடிச்சு நான் புடைய வச்சு அடிச்சிட்டேன். அப்புறம் ஓடிடுச்சு. ஆனால் 9 பல்லு பதிஞ்சிருச்சு. அப்புறம் இங்கே வந்து ஜிஹெச் போய் டெஸ்ட் ஊசி எல்லாம் போட்டு அதுக்கப்புறம் நேராக அடிமாலி சொல்லிட்டாங்க, மத்தியானத்துக்குள்ள நீங்கள் போங்க, இல்லாட்டி டாக்டர் இருக்க மாட்டாங்க. മൂന്നാർ ടൗണിന്റെ പരിസര പ്രദേശങ്ങളായ പെരിയവര സ്റ്റാൻഡ്, മൂന്നാർ കോളനി, രാജമല ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് തെരുവുനായ ആക്രമണമുണ്ടായതെന്നും പരിക്കേറ്റവർ പറഞ്ഞു. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് വന്നാണ്. എൻ്റെ കൂടെ 10-25 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം സേഫാണ്. പക്ഷേ ഒരു 10 പേരോളം മൂന്നാർ ടൗണിൽ നിന്ന് തെരുവുനായ ആക്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗുരുതര പരിക്കുണ്ട്. കാലിലാണ് എല്ലാവരെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് വിഷബാധ പ്രതിരോധത്തിനായുള്ള വാക്സിൻ ലഭ്യമാക്കി. മൂന്നാർ ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. വിനോദസഞ്ചാരികളടക്കം തെരുവുനായ്ക്കളെ ഭയന്നാണ് ടൗണിലൂടെ സഞ്ചരിക്കുന്നത്. ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും മൂന്നാർ ടൗണിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണ്. വന്യജീവി ആക്രമണങ്ങൾ തുടരുമ്പോഴും കേന്ദ്ര വനം വന്യജീവി നിയമങ്ങൾ പരിഷ്കരിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കേരള കർഷക സംഘം നടത്തുന്ന മലയോര മുന്നേറ്റ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ നയിക്കുന്ന ജാഥ 26-27 തീയതികളിൽ അടിമാലി, പൂപ്പാറ, കുമ്മടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തുമെന്നും റോമിയോ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന മലയോര കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 26-ന് മെയ് 26-ന് ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ്. 2 മണിക്ക് അടിമാലിയിലും 4 മണിക്ക് പൂപ്പാറയിലും വമ്പിച്ച വരവേൽപ്പ് ഈ ജാഥയ്ക്ക് നൽകപ്പെടും. 27-ന് രാവിലെ 10 മണിക്ക് കുമളിയിലും ഈ ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണം നൽകും. തീർച്ചയായും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് ഇവിടുത്തെ കൃഷിക്കാർ. കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന് തടയിടാൻ, കൃഷിക്കാരെ സഹായിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്നാണ് ഈ ജാഥയിലൂടെയും സമരത്തിലൂടെയും കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത്. ആക്രമണകാരികളായിട്ടുള്ള വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കണം. കൃഷിക്കാർ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നാൽ അതിൻ്റെ മാംസം ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിൽ നിയമം ഭേദഗതി ചെയ്യണം. ജീവഹാനിക്കും കൃഷിനാശത്തിനുമുള്ള ഇപ്പോൾ കൊടുക്കുന്ന സഹായങ്ങൾ വർദ്ധിപ്പിക്കണം. സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ അടുത്ത കാലത്തും ജീവഹാനിക്കും കൃഷിനാശത്തിനുമുള്ള സഹായത്തിൽ വർധന വരുത്തിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. സഹായം വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറാവുന്നില്ല. മച്ചിപ്ലാവ് കുരങ്ങാട്ടി റോഡിലും കുരങ്ങാട്ടി പ്ലാമല റോഡിലും സുരക്ഷാ വേലികളുടെയും മുന്നറിയിപ്പ് ബോർഡുകളുടെയും കുറവ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൊടും കയറ്റവും ഇറക്കവും വളവുകളുമൊക്കെ നിറഞ്ഞ ഈ പാതയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കുറവ് ഇതുവഴി യാത്ര ചെയ്യുന്നവരെ വലയ്ക്കുന്നുണ്ട്. പാതയോരത്ത് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ദിവസവും പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമായ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് മച്ചിപ്ലാവ് കുരങ്ങാട്ടി പ്ലാമല റോഡ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാത മുഖം ഇനുക്കിയതോടെ യാത്രയ്ക്കായി റോഡിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. മാങ്കുളത്തേക്കും മൂന്നാറിലേക്കുമൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളും ഈ പാത ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നു. എന്നാൽ കൊടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ പാതയിൽ പറയത്തക്ക രീതിയിൽ എവിടെയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. അടിമാലിയിൽ നിന്ന് കുരങ്ങാട്ടി വഴി മാങ്കുളത്തേക്കുള്ള പുതിയ വഴി ടാർ ചെയ്ത് അത് റബ്ബറൈസർ ഗതാഗത യോഗ്യമാക്കിയതിന് ശേഷം
വിനോദസഞ്ചാരികൾ മുഴുവൻ കടന്നു പോകുന്നൊരു വഴിയായിരുന്നു. കോതമംഗലത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ വരുന്ന വിനോദസഞ്ചാരികൾ മൂന്നാർ പോകുന്നതും ആനക്കുളം പോകുന്നതും മാങ്കുളം പോകുന്നതും മുഴുവൻ ഈ കൊരങ്ങാട്ടി, ചാറ്റുപാറ, മച്ചിപ്ലാവ്, ചാറ്റുപാറ കുടി, കൊരങ്ങാട്ടി, പിന്നെ മാങ്കുളം ഇതുവഴിയാണ് പീച്ചാട് വഴി കുരിശുപാറ, അങ്ങനെയാണ് ആ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴി സംബന്ധിച്ച് PWD ഇതുവരെ ഒരു സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയോ അപകടങ്ങളുള്ള ഭാഗങ്ങൾ ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ട്രാവലർ ചാറ്റുപാറ കുടിക്ക് സമീപമായിട്ട് ചെങ്കുത്തായ ഇറക്കത്തിൽ നിന്ന് താഴെ പോയി വലിയൊരു അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. അപ്പോൾ ഇത് ഈ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കോ പരിചയമില്ലാത്ത വാഹനങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ അടിച്ച് വരുന്നവർക്ക് അറിയത്തില്ല ഈ റോഡിൻ്റെ അപകടസ്ഥിതി. അത് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പം ചെങ്കുത്തായ ഇറക്കമുണ്ട്. അപ്പോൾ മുകളിൽ നിന്നൊക്കെ ബ്രേക്ക് പിടിച്ച് വരുമ്പോൾ ട്രാവലറിനൊന്നും ബ്രേക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം കാണുവാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയും PWD ഒക്കെ അടിയന്തരമായിട്ട് കോൺവെക്സ് ലെൻസ് വെക്കേണ്ടിടത്ത് ലെൻസും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടിടത്ത് അതും സ്ഥാപിച്ചു തരണമെന്ന് നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. എന്നാൽ കൊടും വളവുകളും കയറ്റവും ഇറക്കവും നിറഞ്ഞ പാതയിൽ പറയത്തക്ക രീതിയിൽ എവിടെയും അപകട മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. ഈ റോഡ് പരിചയമില്ലാതെ എത്തുന്ന വാഹനയാത്രികരെ വലയ്ക്കുന്നുവെന്നാണ് പരാതി. പാതയോരത്ത് വലിയ താഴ്ചയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ റോഡിൽ കൊടും കയറ്റവും ഇറക്കവുമുള്ള ഭാഗത്ത് വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വലിയ ദുരന്തം ഒഴിവായത്. ദിശാസൂചികാ ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചാൽ വാഹനം ഓടിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രതയോടെ ഇതുവഴി യാത്ര ചെയ്യാനാകും. സുരക്ഷാ വേലികൾ സ്ഥാപിച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അപകടമുണ്ടായാൽ അതിന്റെ ആഘാതം കുറയ്ക്കാനും സഹായിക്കും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. വാഴ്ത്തോപ്പ് വഞ്ചിക്കവലിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. വിമുക്ത ഭടനായ ജിജിമോൻ ചാക്കോയുടെ പുരയിടത്തിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. സംരക്ഷണ ഭിത്തി അപകട ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച ഇദ്ദേഹം നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അയൽവാസിയുടെ സംരക്ഷണ ഭിത്തിയുടെ കീഴിലായിരുന്നു ജിജിമോൻ ചാക്കോ ഓരോ രാത്രിയും കഴിഞ്ഞുകൂടിയിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഈ സംരക്ഷണ ഭിത്തി അപകട ഭീഷണിയാണെന്ന് കാട്ടി പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടങ്ങൾക്കുൾപ്പെടെ ഇദ്ദേഹം പരാതി നൽകിയിരുന്നു. ഇതിനിടെ വീടിന്റെ ഉടമസ്ഥൻ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു. പുതുതായി സ്ഥലം വാങ്ങിയ ആളെയും തന്റെ ആശങ്കകൾ ജിജി അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സംരക്ഷണ ഭിത്തിയുടെ മുകളിലേക്ക് ഇയാൾ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇത് ചൂണ്ടിക്കാട്ടി ജിജി പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്ന ആരോപണവും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തു. ഒടുക്കം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഞാനൊരു വിമുക്ത ഭടനാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ വഞ്ചിക്കവലയിലാണ് താമസിക്കുന്നത്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇതിനോട് ചേർന്ന് ഈ മതിൽ ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടടുത്ത് വീഴാൻ പാകത്തിന് നിൽക്കുന്നു. അത് ഈ ബാക്കിയുള്ള ഭാഗം കൂടെ വീണ് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള ഭാഗം മുഴുവൻ തകർന്നു പോകും. ഇത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പലതവണ പഞ്ചായത്തിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് ഞാൻ പരാതി കൊടുക്കുന്നയാളാണ്. പക്ഷേ അവർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ ആൾ വീണ്ടും ഈ ഇടിഞ്ഞിരുന്ന കെട്ടിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് പ്രവർത്തനം നടത്തിയതാണ് ഈ കാണുന്നത്. എല്ലാം കൂടെ ഈ 2 ദിവസം മുമ്പ് ഇടിഞ്ഞു വീണു. ബാക്കിയും എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് പകരം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇയാൾക്കൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റോപ്പ് മെമ്മോ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ഈ അടിയന്തരമായിട്ട് ഈ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് മുഴുവനും കൂടി എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീഴും. ഇതാണ് അവസ്ഥ. വീടിന്റെ പിന്നിലേക്കുള്ള ഏറ്റവും ഉയരം കൂടിയ ഭാഗവും അപകടാവസ്ഥയിലാണ്. ഈ കൽക്കെട്ട് ഇടിഞ്ഞു വീണാൽ ജിജിയുടെ വീടും അപകടത്തിലാകും. ഈ സാഹചര്യത്തിൽ ഓരോ ദിവസവും ഭീതിയോടെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. വിഷയത്തിൽ ജില്ലാ ഭരണകൂടവും പഞ്ചായത്ത് അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ വിമുക്ത ഭടന്റെ ആവശ്യം. മഴക്കാലമായതോടെ അപകട ഭീഷണി ഉയർത്തിയ അയ്യപ്പൻകോവിൽ പഴയ ഗ്രേസ് ഗാർഡൻ പടി ഭാഗത്തെ വൈദ്യുതി ലൈനുകൾ. മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ പ്രദേശത്തെ ആളുകളുടെ ജീവന് ഭീഷണിയായിരിക്കുകയാണ്. മേഖലയിലെ പല ഭാഗങ്ങളിലും വൈദ്യുതി ലൈനുകൾ മരച്ചില്ലകൾക്കിടയിലൂടെയും കാടുപടലങ്ങൾക്കിടയിലൂടെയുമാണ് കടന്നുപോകുന്നത്. മഴക്കാലമായതോടെ ഇത് ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ആ ലൈൻ കമ്പി ഇതിന്റെ ഇടയ്ക്കൂടെ പോകുന്നതുണ്ടോ? അപകട ഭീഷണിയാണ്. കൊച്ചു പിള്ളേരുള്ളതാണ് ഇവിടെ. ശരിക്കും അപകടകരമായ അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പേടിയാണ് ഇത്. എങ്ങനെയാണ് കുഞ്ഞു പിള്ളേർ ഇതിന്റെ ഇടയ്ക്കൂടെ എപ്പോഴും നടക്കുന്നതാണ്.
ശരിക്കും അപകടകരമായ അവസ്ഥ തന്നെയാണിത്. പലതവണ KSEB ഓഫീസിലടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിയന്തരമായി വിഷയത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കൊന്നത്തടി കുരിശുകുത്തി തെള്ളിത്തോട് റോഡിന്റെ ഇരുവശങ്ങളിലും പൈപ്പിടാനെടുത്ത കുഴികൾ വേണ്ട രീതിയിൽ മൂടാത്തതിനാൽ റോഡ് അപകടാവസ്ഥയിലെന്ന് പരാതി. മഴ പെയ്തതോടെ പൈപ്പിടാനെടുത്ത കുഴികളിൽ നിന്നും പ്രധാന റോഡിലേക്ക് വ്യാപകമായി മണ്ണൊലിച്ചിറങ്ങി കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. റോഡിൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള ഗർത്തമാണ് ഉണ്ടായിട്ടുള്ളത്. പൈപ്പിട്ട വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമെന്ന കരാറുകാരൻ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. മഴ പെയ്താൽ ദ്വീപ് പോലെയാണ് റോഡിന്റെ അവസ്ഥയെന്നും നാട്ടുകാർ പറയുന്നു. അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് അവരെ കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ട് ഇറങ്ങി വരാത്തൊരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഒരു 4 വീൽ ജീപ്പ് അല്ലാതെ ഇപ്പം നിലവിൽ ആ വഴിക്ക് വേറൊരു വണ്ടി ഇറങ്ങി വരാൻ സാധ്യമല്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിന് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അത് ബാക്കി ആ പൊളിച്ചിട്ടേക്കുന്ന ഭാഗം എത്രയും പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് ഇട്ട് റെഡിയാക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളും PWD റോഡുകളും കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടിട്ട് അവർ തിരിഞ്ഞു നോക്കാത്ത ഒരു അലംഭാവം കാണിക്കുന്ന ഒരു മനോഭാവമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാലവർഷം അടുത്തു, സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന അവസരം ആയിക്കൊണ്ടിരിക്കുന്നു. വഴി മുഴുവൻ കനത്ത മഴ പെയ്താൽ ഇപ്പം തന്നെ വഴികളെല്ലാം കുത്തിയൊലിച്ച് പോയി. എങ്കിൽ പോലും ഇനി കനത്ത മഴ വരുന്ന ഒരു സാഹചര്യം വന്നാൽ വഴികളെല്ലാം കുത്തിയൊലിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. കൊന്നത്തടി പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. എത്രയും വേഗം റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. കട്ടപ്പന വലിയകണ്ഠം ശ്രീ ലക്ഷ്മി വിലാസം NSS കരിയോഗത്തിൽ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. വലിയകണ്ഠം ശ്രീ ലക്ഷ്മി വിലാസം NSS കരിയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവുമാണ് സംഘടിപ്പിച്ചത്. കരിയോഗം പ്രസിഡന്റ് MK ശശിധരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാക്കുന്നേൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മുന്നേറ്റം ഞാൻ സൂചിപ്പിച്ച പോലെ സ്ത്രീകൾക്കൊക്കെ ഇന്ന് സമൂഹത്തിൽ മുഖ്യധാരയിൽ നിൽക്കുവാൻ നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ മുഖ്യധാരയ്ക്ക് നിൽക്കാനുള്ള അവസരം ഒരുക്കി തന്നത് ആ പുണ്യാത്മാവാണ്. ആ പുണ്യാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് ഒരിക്കൽ കൂടി ആദ്യം അർപ്പിച്ച് ഈ സ്മരണ ക്ഷണിച്ച നിങ്ങൾ എല്ലാവർക്കും നന്ദി സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഈ കുടുംബം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി ഹരി S നായർ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ കരയോഗ അംഗങ്ങളുടെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണവും നടന്നു. നഗരസഭാ കൗൺസിലർ രജിത രമേശ്, വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു CB, സെക്രട്ടറി രാധിക രാജേഷ്, കരയോഗം വൈസ് പ്രസിഡന്റ് രമേശ് PR തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇരട്ടയാർ ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ പ്രസിഡന്റ് KV ലെനിൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 വർഷത്തെ സൂചിപ്പിച്ച് 60 മൺചിരാതുകൾ ഉദ്ഘാടന യോഗത്തിൽ തെളിയിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇരട്ടയാർ ശാഖയുടെ 60ാമത് വാർഷിക പൊതുയോഗമാണ് കാറ്റാടിക്കവലയിൽ വെച്ച് നടന്നത്. ശാഖയ്ക്ക് കീഴിലുള്ള മുഴുവൻ കുടുംബങ്ങളിലെയും അംഗങ്ങൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു. പൊതുയോഗത്തിന് മുന്നോടിയായി ശാഖാ പ്രസിഡന്റ് MK വിജയൻ പതാക ഉയർത്തി. തുടർന്ന് ശാഖാ കമ്മിറ്റി അംഗം രഘുനാഥന്റെ നേതൃത്വത്തിൽ ഭാഗവത പാരായണവും വിശ്വകർമ്മ സ്തുതി തുടങ്ങിയ ചടങ്ങുകളും നടന്നു. യൂണിയൻ പ്രസിഡന്റ് KV ലെനിൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. 60ാമത് വാർഷികത്തെ സൂചിപ്പിച്ച് 60 മൺചിരാതുകൾ തെളിയിച്ചു. ഒരു ദീപം തെളിച്ച് ഒരു ഉദ്ഘാടനം ചെയ്യും. അതിനോട് കൊണ്ടിരിക്കുന്ന 2-3 പേര് ദീപം തെളിക്കുന്നതിനേക്കാൾ ഉപരി വളരെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് സർവ്വ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 തലത്തിലും കലാകായിക ഇനങ്ങളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖായോഗത്തിന് കീഴിലെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പൊതുയോഗത്തിൽ വെച്ച് മുതിർന്ന മാതാപിതാക്കളെ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് MK വിജയൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പ്രസാദ്, ട്രഷറർ VK ബിജു, യൂണിയൻ സെക്രട്ടറി സത്യൻ G, സഭാ ബോർഡംഗം S മധു, സുഭാഷിണി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കട്ടപ്പന 20 ഏക്കർ ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും വിവിധ പ്രാർത്ഥനാ യൂണിറ്റുകളുടെയും സംയുക്ത വാർഷികം സംഘടിപ്പിച്ചു. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A സോമൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം 1736 നമ്പർ കട്ടപ്പന ശാഖായോഗത്തിന്റെ കീഴിൽ 20 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയും സംയുക്ത വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പുമാണ് നടന്നത്. വിവിധ പരിപാടികളോടെയാണ് സംയുക്ത വാർഷികം സംഘടിപ്പിച്ചത്. മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A സോമൻ ഉദ്ഘാടനം ചെയ്തു. അന്യമായി പോവുകയാണ്. പരസ്പരം കാണുമ്പോൾ പോലും ഒരു സൗഹൃദങ്ങൾ
കഴിയാത്ത രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ വന്നിരുന്ന് ഇവിടെ കൂടുകയും ഒരു കൃതികളൊക്കെ ചൊല്ലുകയും എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം പഠന ക്ലാസ്സുകളിലൂടെ നമ്മൾ പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം പറഞ്ഞാലും എത്രമാത്രം കേട്ടാലും നമുക്കതിനകത്ത് ഓരോന്നും ഓരോ പുതിയ അനുഭവങ്ങളിലൂടെ തോന്നുകയാണ്. വാർഷിക യോഗത്തിൽ പാഠ്യപാഠ്യേതര രംഗത്ത് മികവ് പുലർത്തിയവരെ അനുമോദിച്ചു. ശാഖായോഗം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു. ശാഖായോഗം സെക്രട്ടറി PD ബിനുപാറയിൽ, ചെയർമാൻ തങ്കച്ചൻ പുളിക്കത്തറത്തിൽ, മുരളീധരൻ M, നഗരസഭാ കൗൺസിലർ ഷജി തങ്കച്ചൻ, പ്രാർത്ഥനാ യൂണിറ്റ് ഭാരവാഹികൾ മിനി ഷാജി, രാധാമണി ചന്ദ്രൻ, അമ്പിളി സൈനു, ലീലാമ തേക്കലിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻഫാം ഉപ്പുതറയിൽ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമം 27 നടക്കും. ഇൻഫാം ഉപ്പുതറ കാർഷിക താലൂക്കിലെ 9 ഗ്രാമസമിതികളിൽ നിന്നായി 2500-ൽ പരം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും. ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടിയിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഉപ്പുതറ സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ 27-നാണ് 2500-ന് മുകളിൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഇൻഫാമിൻ്റെ ഉപ്പുതറ കാർഷിക താലൂക്കിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു കുടുംബ സംഗമം, അതായത് ഹലോ കിസാൻ, മെയ് 27-ാം തീയതി ചൊവ്വാഴ്ച 2:30-ന് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇൻഫാം ദേശീയ ചെയർമാൻ റവറൻ ഫാദർ തോമസ് മറ്റമുണ്ടി ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. ഉപ്പുതറ കാർഷിക താലൂക്കിലെ 9 ഗ്രാമസമിതികളിൽ നിന്നായി 2500-ഓളം അംഗങ്ങൾ പങ്കെടുക്കും. കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ സിബി വാണിയപ്പുരയ്ക്കൽ, രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ, താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കോട്ടിരിക്കൽ, ജോസ് നടക്കേടം, മോപ്പിൻ വി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടാനശല്യത്തിൽ നിന്നും പ്രദേശവാസികൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും മുടങ്ങിക്കിടക്കുന്ന സോളാർ ലൈൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അതാത് വകുപ്പുകൾക്ക് ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ നിവേദനം നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബസംഗമത്തിന് ഉണർവേകാൻ ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നു. പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ദൃശ്യങ്ങൾ, വിവിധ ഗ്രാമസമിതിയുടെ കലാപരിപാടികൾ എന്നിവ കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടുന്നു. 6 PM-ന് സ്നേഹവിരുന്നോടുകൂടി ഒരു കുടുംബസംഗമം സമാപിക്കുന്നതാണ്. ഇൻഫാം വനിതകളുടെ സംഘടനയായ മഹിളാ സമാജ് പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും. ഉപ്പുതറ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കാട്ടാനശല്യത്തിൽ നിന്നും കർഷകർക്ക് മോചനം നൽകാൻ സോളാർ പദ്ധതി പൂർത്തീകരിക്കണമെന്ന ആവശ്യവും സംഗമത്തിൽ ഉന്നയിക്കും. കുടുംബസംഗമത്തിൽ ദേശീയ, സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. MG സർവകലാശാല BSc മാത്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അനൂപിനെ CPM നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉപഹാരം കൈമാറി. CPIM നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനൂപിന് അനുമോദനമൊരുക്കിയത്. MG സർവകലാശാല BSc കണക്ക് പരീക്ഷയിലാണ് 1ാം റാങ്ക് നേടി കട്ടപ്പനയ്ക്ക് അഭിമാനമായി മാറിയത്. സൂർണഗിരി വീരശ്ശേരിത്തറയിൽ അനൂപ് സത്യന്റെ മകളാണ് നൂപ. കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന നൂപ ഇതിനോടകം നിരവധി നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. സിവിൽ സർവീസാണ് അടുത്ത ലക്ഷ്യം. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വീട്ടിലെത്തി നൂപയ്ക്ക് ഉപഹാരം കൈമാറി. സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കട്ടപ്പന ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആ കോളേജിൽ തന്നെ പഠിച്ച് ഉന്നതമായ മാർക്ക് നേടി IAS കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത പടവിലേക്ക് കടക്കുകയാണ്. ആ കുട്ടിയെയും മാതാപിതാക്കന്മാരെ നല്ല രൂപത്തിൽ അവരെ പഠിപ്പിച്ച് ആ മാതാപിതാക്കളെ അഭിനന്ദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അവൾ മിടുക്കിയായി പഠിക്കട്ടെ, പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായ സപ്പോർട്ടും ചെയ്യുക എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. CPIM നേതാക്കളായ VR സജി, മാത്യു ജോർജ്, MC ബിജു, ലിജോബി ബേബി, MA സുരേഷ്, രാജൻകുട്ടി മുതുകുളം എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത്. വിൻഡി വാക്ക് ട്രക്കിംഗ് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ വളക്കൂട്ടിൽ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ക്യാമ്പും നടത്തി. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്, ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ, തട്ടേക്കാട് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി, വിൻഡി വാക്ക് ട്രക്കിംഗ് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോതപ്പാറ, കുമരികുളം, കൂവലേറ്റം EDCകളുടെ കീഴിൽ വരുന്ന 300ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. EDCകളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് ഭയങ്കര വിലയാണ്, പുസ്തകത്തിന് ഭയങ്കര വിലയാണ്, ബുക്കിന് ഭയങ്കര വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സഹായം, കൈസഹായമാണ് ഈ തരുന്നത്. അതിന്റെ ഉദ്ദേശം ഈ വരുന്ന ഈ കുഞ്ഞുങ്ങൾ നല്ല പിള്ളേരെ, ഈ പിള്ളേരുടെ മനസ്സിലും വനംവകുപ്പിനോടൊരു സ്നേഹം ഉണ്ടാകണം.
അങ്ങനെ വനംവകുപ്പിനോട് സ്നേഹം ഉണ്ടാകുമ്പോൾ വനത്തെ സംരക്ഷിക്കാൻ അവർക്ക് തോന്നും, മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി തോന്നും. അങ്ങനത്തെ തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷ. പഠനോപകരണ വിതരണത്തിനൊപ്പം നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് വിമുക്തി നോഡൽ ഓഫീസർ MC സാബുമോൻ നയിച്ചു. EDC ചെയർമാൻ ജോമോൻ മണ്ണാറത്ത് അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B പ്രസാദ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK സജിമോൻ ജോസഫ്, EDC സെക്രട്ടറി B സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി പാറത്തോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും മിൽമ മേഖലാ യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീരകർഷകർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ക്ഷീരകർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് മിൽമ സൂപ്പർവൈസർമാർ ക്ലാസുകൾ നയിച്ചു. മിൽമ മേഖലാ യൂണിയന്റെയും പാറത്തോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ക്ഷീരകർഷകർക്കായി ബോധവൽക്കരണ സെമിനാറും പഠനത്തിൽ ഉന്നത വിജയം നേടിയ ക്ഷീരകർഷകരുടെ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളുടെ വിതരണവും നടത്തിയത്. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മിൽമ മേഖലാ യൂണിയനിൽ നിന്നും ക്ഷീരകർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച മിൽമ സൂപ്പർവൈസർ എബിൻ ചാക്കോയും പശു പരിപാലനത്തെ സംബന്ധിച്ച് വിപിൻ PKയും ക്ലാസുകൾ നയിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ക്ഷീരകർഷകരുടെ കുട്ടികൾക്കും MG യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററിയിൽ സെക്കൻഡ് റാങ്ക് ജേതാവ് അനുമോൾ ജോർജിനും ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി. സംഘം പ്രസിഡന്റ് തങ്കച്ചൻ മൈലാട്ടുമോളയിൽ അധ്യക്ഷനായിരുന്നു. മിൽമ സൂപ്പർവൈസർ സിന്ധു, സംഘം ഹോണററി സെക്രട്ടറി VM സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. പുതുതലമുറ വിഭവങ്ങളുടെ പുത്തൻ രുചിക്കൂട്ടുകൾ ഇനി കട്ടപ്പനയിലും. കേരളത്തിലെ പ്രശസ്ത റെസ്റ്റോറന്റ് ബ്രാൻഡായ ക്രഞ്ചീസ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴയ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. കേരളമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ട്രെൻഡിംഗ് ഫസ്റ്റ് വിഭവങ്ങളുടെ കലവറയായ ക്രഞ്ചീസിന്റെ പുതിയ ഔട്ട്ലെറ്റാണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കാലത്തിനൊത്ത് സഞ്ചരിച്ച് രുചിയോർന്ന വിഭവങ്ങൾ സുരക്ഷിതമായി ആളുകളിലേക്ക് എത്തിക്കുന്ന ക്രഞ്ചീസിന്റെ സംസ്ഥാനത്തെ 30ാമത്തെ ഔട്ട്ലെറ്റാണ് കട്ടപ്പനയിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഫ്രൈഡ് ചിക്കൻസ്, ഫ്രഞ്ച് ഫ്രൈസ്, ചീസ് ഫ്രൈസ്, പെരിപെരി ഫ്രൈസ്, ചിക്ക് പോക്ക്, ബർഗേഴ്സ്, വിവിധതരം മന്തികൾ, അൽഫാം, ഫ്രഷ് ജ്യൂസുകൾ തുടങ്ങി മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളെല്ലാം ക്രഞ്ചീസിലുണ്ട്. അതിനോടൊപ്പം ആകർഷണീയമായ ഓഫറുകളോടെയാണ് വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത്. പാർക്കിംഗ് സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടുകുഴി, BJP സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് MK തോമസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഈ കട്ടപ്പന നഗരസഭയ്ക്ക് ഏറ്റവും നല്ലൊരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഇത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും നല്ല രീതിയിൽ മുന്നോട്ട് അവരുമായിട്ട് ഇടപെടണം. ഇവിടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകളും എല്ലാവർക്കും നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ ഇടപെടുവോ അത്രമാത്രം ആണ് നമ്മുടെ ഇവിടെ ആൾ വരുന്നത്. അതോടൊപ്പം തന്നെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അന്നുണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കുകയും നിങ്ങൾ കച്ചവടം പിടിക്കുകയും ചെയ്യണം. ഒരു കാരണവശാലും പഴകിയ സാധനങ്ങൾ കൊടുത്ത് നിങ്ങൾ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. വിശാലമായ ഡൈനിങ് ഏരിയയാണ് സ്ഥാപനത്തിലുള്ളത്. ചിക്കന്റെ ട്രെൻഡിംഗ് ആയിട്ടുള്ള വിഭവങ്ങൾ കഴിക്കാൻ ഏറ്റവും മികച്ച തീന്മേശയും നിരവധിയായ വിഭവങ്ങളുമാണ് ഹൈറേഞ്ചിന് വാണിജ്യ നഗരത്തിന് ക്രഞ്ചീസ് സമ്മാനിച്ചിരിക്കുന്നത്. 2015 ഇടുക്കി ജില്ലയിൽ തന്നെ ചേലച്ചോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ക്രഞ്ചീസ്. ഇന്ന് ഇന്ത്യയിലും ആൻഡമാൻ പോലുള്ള സ്ഥലങ്ങളിലും ഉൾപ്പെടെ വളർന്ന് 30ാമത്തെ ഔട്ട്ലെറ്റ് ഇന്ന് ഈ ദിവസം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ക്രഞ്ചീസിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ക്രഞ്ചീസിന്റെ കൺസെപ്റ്റിൽ ഏത് വിധത്തിലുള്ള ആൾക്കാർക്കും അനുയോജ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഒരു ബ്രാൻഡിന്റെ ഉള്ളിൽ ഒരിക്കലും ഫ്രൈഡ് ചിക്കനും പിസ്സയും അൽഫാമും മന്തിയും എല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് ഒരിക്കലും ഒരു ബ്രാൻഡ് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ പിസ്സ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ മന്തി മാത്രമായിരിക്കും. പക്ഷെ ക്രഞ്ചീസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അത് വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് അത് ഫുഡ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ 2019 ശേഷമാണ് ഞങ്ങൾ ഫ്രാഞ്ചൈസി കൊടുത്തു തുടങ്ങിയത്. ഈ ചെറിയ കാലയളവിൽ ഞങ്ങൾക്ക് 30 ഔട്ട്ലെറ്റിൽ എത്തിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സജീധരൻ പൂവാങ്കൽ, പ്രശാന്ത് രാജു,
ക്രഞ്ചീസ് ഗ്രൂപ്പ് MD ലിജോ ജോസഫ്, ഡയറക്ടർ ജിജോ ജോസഫ്, ജനറൽ മാനേജർ സജി ഗോപാലപിള്ള, ഓപ്പറേഷൻ മാനേജർ ജിജേഷ് ജിജിത്ത്, റിക്രൂട്ട്മെന്റ് മാനേജർ ജോബിൻ ജോർജ്, ഏരിയ മാനേജർമാരായ അഭിലാഷ് മോഹൻ, ശ്യാംലാൽ, റെസ്റ്റോറന്റ് മാനേജർ മിഥുൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാഞ്ചിയാർ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുളി റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത്. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ റോഡിലെ ചെളിക്കുഴിയിൽ വാഴ നട്ട പ്രതിഷേധിച്ചു. മഴക്കാലമായതോടെ മേഖലയിലുള്ളവർ ചെളിക്കുഴികൾ താണ്ടി വേണം യാത്ര ചെയ്യാൻ. കാഞ്ചിയാർ പഞ്ചായത്തിന്റെ 5-ാം വാർഡിൽ ഉൾപ്പെട്ടതും 5-6 വാർഡുകളുടെ നടുവിലൂടെ കടന്നുപോകുന്നതുമായ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുളി റോഡാണ് വർഷങ്ങളായി ശാപമോക്ഷം കാത്തുകിടക്കുന്നത്. നിലവിൽ 1.5 കിലോമീറ്റർ പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. ഒപ്പം മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. ഈ സാഹചര്യത്തിലാണ് റോഡിലെ വെള്ളക്കെട്ടിൽ പ്രദേശവാസികൾ വാഴ നട്ട് പ്രതിഷേധിച്ചത്. അധികാരികളെ റോഡിന്റെ ദുരവസ്ഥ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. മേഖലയിൽ അധിവസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പുറം ലോകത്തേക്കെത്താൻ ഈ പാതയാണ് പ്രധാന ആശ്രയമെന്ന് നാട്ടുകാർ പറയുന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് നാം ഇന്ന് കാണുന്നത്. ഇത് റോഡെന്ന് പറയാൻ പറ്റില്ല, ഇത് തോടായി മാറിയ റോഡ്. ഇത് കാലങ്ങളായി ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. പല പ്രാവശ്യം ഈ പ്രദേശവാസികൾ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെയും ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാകാതെ ഒരു മഴക്കാലം കൂടി കടന്നു വരുന്ന ഈ അവസരത്തിൽ ഈ റോഡിന്റെ അവസ്ഥ ഇതാണ്. ഈ പ്രദേശവാസികൾ കാഞ്ചാറിന് പള്ളിക്കവലയ്ക്കും കക്കാട്ടുകടയ്ക്കും പോകാനായിട്ട് ആശ്രയിക്കുന്ന പ്രധാന റോഡാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളെല്ലാം വന്നു പോകുന്ന ഈ റോഡ് വഴിയാണ്. അതുപോലെ ഇതിലെ പ്രധാന യാത്രാമാർഗം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ്. ഇന്ന് കാഞ്ചാർ പള്ളിക്കവലയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഈ വഴിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കുഴപ്പമല്ല, ഈ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ ദിനംപ്രതി പ്രതി വർക്ക്ഷോപ്പുകളിൽ പോകുന്നു. അവരുടെ ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷ അത് പണിയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഈ മഴക്കാലം ഇത് ആസന്നമായി. ഇനി ഈ മഴയ്ക്ക് പണിയാൻ പറ്റുകയില്ല. ഈ അവസ്ഥ ഒന്ന് മാറി, അതാണ് ഈ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. വോട്ട് മേടിക്കാൻ മാത്രമാണ് അധികാരികൾ മേഖലയിലേക്ക് എത്തുന്നത്. MLA ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞ ജനപ്രതിനിധികൾ തലയൂരുന്നതല്ലാതെ റോഡിന്റെ നവീകരണം എങ്ങും എത്തിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതുവരെ കാഞ്ചാർ പഞ്ചായത്തിന്റെ പേരിൽ ഇത് ടെൻഡറായി കിടക്കുവാന്ന് പറഞ്ഞിട്ട് പോലും ഇതന്നെ അവർക്ക് മാത്രം മെറ്റൽസ് ഒന്നും കിട്ടുന്നില്ലേ? ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും റോഡ് പണിക്കുള്ള മെറ്റൽസ് കിട്ടി. ഈ റോഡിന് മാത്രം തന്നെ മെറ്റൽ കിട്ടാത്തതിന്റെ കാരണം ഇത് പഞ്ചായത്തുകാരുടെ തന്നെ ദാഷ്ട്യമാണ് കാണിക്കുന്നത്. വോട്ട് മേടിക്കാൻ മാത്രം വന്നു കഴിയുമ്പോഴേക്കും അവർ യാചിക്കുന്ന പോലല്ല. ആൾക്കാർ എന്ന അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അവർ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മര്യാദയാണ് കാണിക്കേണ്ടത്. മെമ്പറോട് പോലും പലവട്ടം പോയി പറഞ്ഞിട്ട് പോലും മെമ്പറിനെ അറിയുമ്പോൾ MLA ഫണ്ടാണെന്ന് പറയുന്നത്. MLA ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇത് തന്നെയാണല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. റോഡിൽ അപകടങ്ങളും തുടർക്കഥയാണ്. പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ടെൻഡറായി എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. അതേസമയം കരാറുകാരൻ ഈ പാതയ്ക്ക് ടെൻഡർ എടുത്തിട്ടില്ലെന്നാണ് അറിയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ഞാൻ ഈ ടെൻഡർ എടുത്ത ചോദിച്ചു, ഇത് ടെൻഡർ എടുത്തോളൂ പറഞ്ഞാൽ ഈ വഴി എന്നാ പണി തുടങ്ങുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ വഴിക്ക് ടെൻഡർ എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ വഴി പഞ്ചായത്തിന് ടെൻഡർ ഇട്ടിട്ടില്ലെന്നാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ടെൻഡർകാർ പറഞ്ഞേക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു ഇത്. ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി എത്താത്ത അവസ്ഥയാണ് നിലവിൽ. ഇതോടെ ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടുകയാണ് മേഖലയിലെ നാട്ടുകാർ. കൂടാതെ സ്കൂൾ ബസ്സുകളടക്കം ഈ ദുർഘട പാതയിലൂടെയാണ് കടന്നുവരുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയുള്ള സമരത്തിന്റെ 1-ാം ഘട്ടമായാണ് വാഴനട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇനി ഉന്നത അധികൃതർക്ക് പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. എന്നിട്ടും റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടിയും മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി. പാമ്പാടുംപാറയിൽ മരം വീണ് പരിക്കേറ്റ അതിഥി തൊഴിലാളി സ്ത്രീ മരിച്ചു. തൊടുപുഴയ്ക്ക് സമീപം പടിഞ്ഞാറെ കോടിക്കുളത്ത് ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് റബ്ബർ കൃഷി നശിച്ചു. ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി.
മൂന്നാർ ടൗണിൽ ഭീതി പരത്തി തെരുവ് നായ. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 20ഓളം പേർക്ക് തെരുവ് നായ ആക്രമണത്തിൽ പരിക്ക്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. കാഞ്ചിയാർ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുളി റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത്. കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ റോഡിലെ ചെളിക്കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. മഴക്കാലമായതോടെ മേഖലയിലുള്ളവർ യാത്ര ചെയ്യുന്നത് ചെളിക്കുഴികൾ താണ്ടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.